ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മുന്തിരിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ്. ഒരു ഗ്രേപ്പ് സ്ക്വാഷാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ക്വാഷാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിലും കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ക്വാഷാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ജ്യൂസ് മുന്തിരിയാണ്. ഇത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ മുന്തിരിക്ക് 1/4 കിലോ പഞ്ചസാര കറക്റ്റായിട്ടുള്ളൊരളവാണ് കേട്ടോ. ഇനി നിങ്ങൾ മുന്തിരിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടി കൊടുക്കുക. ഇതിൻ്റെ കുറക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. കുറച്ച് കൂട്ടുകയാണെങ്കിൽ ഇതൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുന്തിരി മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നന്നായിട്ട് മുന്തിരി ഒക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കാനുള്ള ഒരു പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചേർക്കുന്നത്. ഗ്രാമ്പുവാണ് കേട്ടോ. ഇത് അധികം ആരും ചേർക്കാറില്ല. അപ്പോൾ ഇത് ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കൂടുതൽ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 4 5 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഈ മുന്തിരി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുന്തിരിയുടെ കളറൊക്കെ ചേഞ്ചായിട്ട് വെള്ളത്തിലേക്കാവുക ഫുൾ മുന്തിരിയുടെ കളർ കേട്ടോ. മുന്തിരി കളറില്ലാണ്ട് ആ വെള്ളമാവും നല്ല കളറുള്ള സിറപ്പായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് മുന്തിരി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം നമുക്ക്. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചൂടിലേക്കാണ് നമ്മൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ഇത് ജ്യൂസ് മിക്സറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് സാധാരണ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ഒരു അരിപ്പിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് മിക്സിയിൽ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പതഞ്ഞ് നിൽക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അതാണ് ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവുക. ഇതൊരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ദിവസം വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം എന്നാലേ കൂടുതൽ ദിവസം ഇരിക്കുള്ളൂ. 1 മാസം വരെയൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിളപ്പിക്കൊന്നും ചെയ്യുന്നില്ല. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് നമ്മൾ ഈ സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതാണ് സ്ക്വാഷിൻ്റെ പ്രത്യേകത കേട്ടോ. ജ്യൂസ് ആകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ച് കുടിക്കും. സ്ക്വാഷ് ആകുമ്പോൾ നമ്മളതിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കുടിക്കാറുള്ളത്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് ഗ്ലാസ് ഒന്ന് ഫില്ല് ചെയ്യാം. അത്രയും മധുരം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. തണുപ്പൊക്കെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഗ്ലാസ് ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ 3 ലെയറുകളായിട്ട് നമുക്ക് ഈ ഒരു സ്ക്വാഷ് ഉണ്ടാവും. അടിയിൽ നല്ല ഡാർക്ക്, പിന്നെ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ്, ഏറ്റവും ലൈറ്റായിട്ട് നല്ല പതിഞ്ഞിരിക്കുന്ന ഒരു ഇതായിരിക്കും മുകൾ ഭാഗം. അതുകൊണ്ട് തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. ലെയറുകളായിട്ടാണ് ഇതിരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഈ ഒരു രീതിയിൽ. ഇതിൽ ഗ്രാമ്പു ചേർക്കുന്നുണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ മണവും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.